ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ വട്ടവടയിലാണ് കേട്ടോ ഉള്ളത്. ഇന്നലെ രാത്രി നമ്മളിവിടെ എത്തി. ഭയങ്കര തണുപ്പായിരുന്നുകൊണ്ട് ഇന്നലെ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കൈക്ക് ഇങ്ങനെ മരവിച്ചാണ് ഇരുന്നത്. എൻ്റെ കഷ്ടകാലത്ത് ഞാൻ സോക്സ് ഒന്നും എടുക്കാതെ വന്ന് പണി കിട്ടി. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് വെച്ച് എൻ്റെ മലേഷ്യൻ വ്ളോഗൊന്ന് കണ്ടപ്പോൾ എനിക്ക് കൊള്ളാമല്ലോ, നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പോകുന്നതൊക്കെ ഞാൻ ഉറപ്പായിട്ടും എടുത്തിടുമെന്ന്. എനിക്ക് കാണാമല്ലോ, ഞങ്ങൾക്ക് കാണാമല്ലോ. അതുകൊണ്ട് അതെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഫ്രഷ് ആയി നിൽക്കുകയാണ്. നമ്മൾ രണ്ടുപേരും മാത്രമല്ല, വേറെ കുറച്ച് പേരും കൂടെ ഉണ്ട് കേട്ടോ. അതെ, ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ അഞ്ജന ബാബു. എൻ്റെ സ്റ്റോറി എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് സ്നേഹമാണ് എൻ്റെ അടുത്ത്. എങ്ങനെയുണ്ട് നമ്മളോടുള്ള ട്രിപ്പ്? തണുപ്പ് സഹിക്കാനേ വയ്യ. ഇന്നലെ മരിച്ചു, പുനർജനിച്ചിട്ട് വന്നതാ. ഭയങ്കര തണുപ്പ്. നമ്മളോട് ആദ്യമായിട്ടാണുള്ള വരുന്നത്, എൻ്റെ സായിൻ്റെയും കൂടെ ഇത്രയും ലോങ്. പിന്നെ നമ്മളെ പൊന്നു, ഹായ്. പൊന്നുവിനൊക്കെ ഭയങ്കര നാണമാണ്. ഓ, ചെറുക്ക ഓണായ പ്രശ്നമാണ്. നല്ല കോടയൊക്കെ മൂടി കിടക്കുവാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഇന്നലത്തെ കമ്പയർ ചെയ്യുമ്പം ഇന്നിവിടെ തണുപ്പില്ല. ഞങ്ങൾ എന്തായാലും പോകാനായിട്ട് ഇറങ്ങി. ഈ ഒരു ഭാഗത്ത് കാട്ടുപോത്ത്, സിംഹവാലൻ, കുരങ്ങ് അങ്ങനെയുള്ള ഐറ്റംസിനെയൊക്കെ കാണേണ്ടതാണ്. പക്ഷെ ഇത്തവണ ഞങ്ങൾ അതിനൊന്നും കണ്ടിട്ടില്ല. കഴിഞ്ഞ തവണ വന്നപ്പം സിംഹവാലൻ, കുരങ്ങിനെയൊക്കെ കണ്ടായിരുന്നു, ശരിക്കും കാട്ടുപോത്തിനെ കണ്ടായിരുന്നു. ഇത്തവണ ഒരു ആനയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആശ, ഇപ്പൊ നമ്മളെവിടെ പോവാ? ടോപ്പ് സ്റ്റേഷനില്. എന്തിനു പോണു? അവിടെ ഒരു വ്യൂ ഉണ്ട്, അത് കാണാനായിട്ട്. നമ്മള് മെയിനായിട്ട് ചായ കുടിക്കാനാണ് കൂടെ ഇങ്ങോട്ട് വന്നത്. വെയിലടിക്കുന്നുണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട്. കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. VS എന്താ ചലഞ്ച് പറയുന്നു നോക്കട്ടെ. ഒന്ന് മുമ്പി, രണ്ട് മുമ്പി. ഒരെണ്ണം പോയി. ഇങ്ങനെ ഇടാനല്ല, കൈ അടിക്കുമ്പോ കൈ പവർ തന്നെ പോണം. ഇതൂടെയുള്ളേ അത് നെട്ട് ഇങ്ങനെ. അടുത്ത പൊന്നു സീനല്ലേ. ആ വരൂ വരൂ ഗൈസ്, കേറി കേറി. അത് പിന്നെ എടുക്കാം. ചായ കുടിക്ക്, ചായ കുടിക്ക്. ചായ വേണോ? ചായ വേണോ? അശ്വനായി ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. വിനീഷ് ഭയങ്കര കോമഡിയാ. ചായ ചൂടാ വിനീഷിന്. ഓ കൊള്ളാമോ? അത്ര മധുരമില്ല, ഫ്രഷാ. പക്ഷെ അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നല്ലേ കണ്ടിട്ട്. ആണ് തന്നെട്ടെ. പിടി. അഷറഹീം, തണുപ്പുണ്ടാ? ഞാനിവിടെ അധികം വന്നിട്ടില്ല, പക്ഷെ കൊള്ളാം ഇന്ന് വന്നപ്പോ. ബ്യൂട്ടിഫുൾ കപ്പ് എടുത്തിട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് വീണ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ആശാനായും ഇപ്പോൾ താഴെ മറ്റേ ബോൾ ഉരുട്ടി വിടണമെങ്കിൽ അങ്ങ് താഴെ ഡമാർപ്പെടാം. മുറിഞ്ഞെന്ന് തോന്നണം. മുറിഞ്ഞു ഗായ്സ്. കരയിന്ന് ഒരു 150 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ ഹീൽസ് ഇട്ടുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് വരല്ലെന്ന്. ഇല്ല, അതേ ഇടുവോള്. നമ്മളിപ്പോ ഒരു വ്യൂ പോയിന്റിൽ വന്നേക്കുക. നമ്മുടെ കോട അടിയിൽ പുക പോലെ മേലോട്ട് വന്നോണ്ടിരിക്കുക. തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എനിക്കിപ്പോ ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കാല് തൊലിഞ്ഞ് വാരി പെയിന്റ് ഒന്ന് പോയി ഉരുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്നിട്ട് ഒരു മനുഷ്യൻ വീഴുമ്പം വഴക്ക് പറയാൻ മാത്രമുള്ള ഒരു ഹസ്ബൻഡ് എനിക്കുണ്ട്.
സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കോട ഇതിൽ കാണാൻ പറ്റത്തില്ല. അതിന് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കുമോ? അത് ഇതുവഴി നടന്നു പോയ ഒരു പെണ്ണിനെയും തട്ടിപ്പറിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി തിന്നെയാണ്. ഫുഡ് എന്ത് കൊണ്ടുപോയാലും വാങ്ങിച്ചുകൊണ്ട് പോകും. ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത്രയും നേരം ഫോണിൽ സത്യം പറഞ്ഞാൽ കാണാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മൾ അവിടെ നിന്ന് പിന്നെ കുണ്ടല ഡാമിലാണ് കേട്ടോ വന്നത്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യാനാണ് പ്ലാൻ. നമ്മൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഭാഗ്യത്തിന് ഡാം തുറന്നിട്ടുണ്ട്. ഭാഗ്യമൊന്നുമില്ല, എന്നാലും കഴിഞ്ഞ പ്രാവശ്യം തുറന്നിട്ടില്ലായിരുന്നു, ഇപ്രാവശ്യം തുറന്നു. ഇവിടെ മറ്റേ ഷട്ടർ തുറന്നിരിക്കാനേട്ടാ. ഗൈസ് ഇതിപ്പോൾ ഇങ്ങനെ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ നമ്മളൊരു 4 സീറ്റിൻ്റെ ഒരു ബോട്ടും പിന്നെ ഒരു 2 സീറ്റിൻ്റെ എടുത്തിട്ടുണ്ട്. പഴൽ ബോട്ടാണ്. വാ ബോട്ടിൽ കയറുന്നവരൊക്കെ നമ്മൾ പോകുന്നേ. ഗായ്സ് അവർ രണ്ടുപേരും ഫ്രണ്ടിൽ നിന്ന് ചവിട്ടിട്ട് നമ്മൾ സുഖമായിട്ട് ബാക്കി ഇരിക്കാന്ന് വിചാരിച്ച് കാഴ്ചകളൊക്കെ കണ്ടല്ലേ. പക്ഷെ തണുപ്പുണ്ട്. എന്നിട്ട് ആ വെയിലൊരു ബുദ്ധിമുട്ടല്ല, പക്ഷെ ടാൻ അടിക്കും. അത്രേ ഉള്ളൂ. അടുക്കെത്തിയിട്ട് കാണിച്ചു തരാം. വെള്ളത്തിന് തണുപ്പുണ്ടാവും നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പ് ഇവർക്ക് ഇവരുടെ ഹണിമൂൺ ട്രിപ്പാണ് കേട്ടോ. എങ്ങനെയുണ്ട് എന്റെ കൂടെ ഉള്ള ട്രിപ്പ്? എങ്ങനെയുണ്ട്? ഞാൻ വിചാരിച്ചത് വന്നത് ഞാൻ വന്നില്ലായിരുന്നു. ഞാൻ നല്ലൊരു ട്രിപ്പ് നമ്മൾ മാത്രം ഇവിടെ നിന്ന് അനങ്ങുന്നില്ല. കുറെ നേരം കൊണ്ട് ഇവിടെ നിൽക്കുന്ന ഇവർ ചവിട്ടുന്നുണ്ട് കാര്യമായിട്ട്. നമ്മളെ കൂടെ വന്നവർ അങ്ങെത്തി. ബ്രേക്ക് ഉണ്ടായതിന് ഓ 500 കിലോ പോയി. അവര് നമ്മളെ ചുറ്റിക്കൊണ്ടിരിക്കുക. അവർക്ക് ഹാഫ് ആൻ അവർ ഉപയോഗപ്പെട്ടു. നമ്മൾ നടുക്കേരെ നിൽക്കുന്നു. അവരവിടെ എത്തിയിട്ട് തിരിച്ചു വരുന്നു. ആ ദാണ്ട ചവിട്ടുന്നില്ല. ചുമ്മയുടെ വണ്ടി നീങ്ങാത്ത ആ ഒരു പാവപ്പെട്ട ചെറുക്ക് മാത്രമേ ഇരുന്ന് ചവിട്ടുന്നു. എന്റെ പൊട്ട്. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വെയിലും കൊണ്ട്. കറുത്ത് ഓ ഇനി എനിക്കൊരു അവസാനമില്ല. 3 ഫോട്ടോ എടുക്കത്തുള്ളൂ. ഇതാ ഇതാണ് ഗീ കേക്ക്. അടിപൊളി കേക്കാണ്. ഞാൻ ഒരെണ്ണം വാങ്ങി കഴിച്ചിട്ട് വീണ്ടും വാങ്ങിപ്പിച്ചു. ഇത് ബനാന കേക്ക്. 6:13 നമ്മൾ ഇന്ന് എന്തെങ്കിലും കഴിക്കുന്നത് അല്ലേ സാജൻ? എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു മീലായിട്ട് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ നേരം അന്വേഷിച്ചിട്ട് മൂന്നാർ തന്നെ വീണ്ടും ഒരു സ്റ്റേ എടുത്തിട്ടുണ്ട്. അത് സ്റ്റേ എന്ന് പറയുമ്പോൾ ഒരു കോട്ടേജാണ്, സിംഗിൾ റൂമല്ല, ഒരു കോട്ടേജ്. 3 റൂം വരുന്നതാണ്. റൂം കാണിച്ചു കൊടുക്കാൻ നമുക്ക്. ഇതാണ് നമ്മുടെ അസ്റഹീം. ഇതാണ് നമ്മുടെ കോട്ടേജ്. ലിവിംഗ് ഏരിയ. ഇവിടെ ഒരു 3-4 സെറ്റിയൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഇതൊരു റൂം, അതൊരു റൂം, പിന്നെ ഇതൊരു റൂം. ആക്ച്വലി 4 റൂമുണ്ട്. അത് നമുക്ക് ഓപ്പണാക്കി ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. 3 റൂമിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ അകം എന്ന് പറയുമ്പോൾ ലൈറ്റ് ഉണ്ടെങ്കിലോ കൊള്ളാം കേട്ടോ. നല്ല വൃത്തിയൊക്കെയുള്ള നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂം. ഇവിടെ എല്ലാവർക്കും വേണമെങ്കിൽ കിടക്കാം. അതെ അതെ. ഈ റൂമിൽ ഓൾറെഡി 1-2 കട്ടിലുണ്ട്. നമ്മളൊരു കുറേ 10 ഫാമിലി ആയിട്ട് 10-15 പേരൊക്കെ ആയിട്ട് വരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ഈ ഒരു റൂം അടുത്ത് അടിപൊളിയായിരിക്കും. ചൂടുവെള്ളമൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു റൂം ഇതാണ്. അതെടുത്തോ ഇട്ടാ നമ്മളെ നമ്മളിപ്പോൾ റൂമിൽ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഇപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇവിടെ നടക്കും, ചായ കുടിക്കും, അതൊക്കെയാണ് പരിപാടി. ഇപ്പോൾ സമയം സത്യം 9:30 ആയിട്ടുള്ളൂ. ചുമ്മാ റൂമിലിരിക്കണ്ടല്ലോ.
പക്ഷെ കിടക്കാൻ നല്ല ടെൻഡൻസി ഉണ്ടായിരുന്നു. സാരി ഇരുത്താത്തോണ്ട് ഇറങ്ങി. അത് ഇത്രയും ട്രാവൽ ചെയ്ത് വന്നു തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ ഇത്രയും ദൂരം വന്ന റൂമിൽ ഇരിക്കാനല്ലല്ലോ, ആണോ? അല്ല, അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ ചായ കുടിച്ച് ഇങ്ങനെ വാരിപ്പിൽ നടന്നിട്ട് കുറേ ലേറ്റ് ആയിട്ട് പോവും. ഇന്നലത്തെ അത്ര തണുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ മരിച്ചല്ലോ, ഇന്ന് നമ്മൾ മരിച്ചിട്ടില്ല. ഇന്ന് നല്ലതാണ്, നമുക്ക് വെളിയിലേക്ക് ഇറങ്ങി പ്രശ്നമില്ല. വേറെ കുഴപ്പമില്ല. ഗായ്സ്, എനിക്ക് തണുപ്പടിക്കുമ്പോൾ ഭയങ്കര ചെവി വേദനയാണ്. അതുകൊണ്ട് ഞാൻ തൊപ്പി വാങ്ങിച്ചെന്ന് വെച്ച് ഇനി ചെവി വേദന എടുക്കൂലെന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ഇപ്പോൾ മൂന്നാറിൽ ഇങ്ങനെ രാത്രി നടക്കുന്നത് കൊള്ളാം കേട്ടോ. വണ്ടി നമ്മളെ ചെറുക്കനെ ലോക്ക് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ ചെയ്തിട്ടുണ്ട്. ഈ കട എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി ഉള്ള കടയായിരുന്നു ഗൈസ്. ഷായിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ എന്നും കീച്ചെയിൻ വാങ്ങിക്കുന്ന കടയായിരുന്നു ഇവിടെ വരുമ്പോഴൊക്കെ. പക്ഷെ കീച്ചെയിൻ അവൾ വാങ്ങിക്കും, അവള് വാങ്ങിക്കാറില്ല. ഓൺ സൈഡ് ലവ് ആയിരുന്നു. ചെറുതായി ഇഷ്ടമായിരുന്നു, പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേനും ഒരു ചലഞ്ച് പറഞ്ഞ് സംഭവം ഇത് മറ്റേ ഇരുമ്പ് പാലമാണ്. ഇരുമ്പ് പാലത്തിന് ചെറുതായിട്ട് വെക്കുമ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പം ചെരുപ്പ് ഊരിയിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നേരം നിൽക്കുന്ന ആര് അവരാണ് ഇന്നത്തെ വിജയം. അവർക്കൊരു സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. ഉറപ്പായിട്ടുണ്ട് പൊന്നു, സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. നീ നോക്കാം കേട്ടോ. നമുക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചു തരും എന്തായാലും. വിനീഷ് പങ്കെടുക്കുന്നില്ല ഗൈസ്. അപ്പൊ നമ്മള് റെഡി, ചെരുപ്പ് എല്ലാവരും റെഡി. ചെരുപ്പ് ഊരട്ടെ, എല്ലാവരും കളങ്ങനെ എല്ലാവരും അടുത്തോട്ട്. ഇപ്പോഴത്തേക്കില്ലടി, അടുത്തോട്ട് എടേ ഇങ്ങോട്ട് വാട്ടാ. നിങ്ങൾ കളകളി നമ്മൾ കാര്യം ഇട്ടിട്ട്. ആ ഗൈസ്, ഇത് ആൾക്കാർ ഇനി വല്ല ഭക്തി മറ്റേ സംഭവം എന്ന് പറഞ്ഞിട്ടൊക്കെ ഇനി നിന്നാലേ മറ്റേ ഈ നടുക്ക് ഇവിടെ വിട്ടിക്കണം കേട്ടോ. അങ്ങനെ ആ ഓക്കെ റെഡി. ഞാൻ സ്റ്റാർട്ട് വരാൻ നിൽക്കണേ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഭയങ്കര തണുപ്പുണ്ട്, പക്ഷെ ഇത് ആരും മാറുന്നില്ലല്ലോ. വർഷമായി ഇപ്പൊ മാറും തോന്നുന്നു. ഇത് ഇപ്പൊ നമ്മൾ കുറച്ചു നിന്നപ്പോ ഈ സംഭവം സെറ്റ് ആയി കേട്ടാ. സിമ്പിൾ ആയിട്ട് ചെരുപ്പിടാതെ പോണേ. മാമൻ ഡെയിലി നടക്കണതാ കേട്ടോ ചെരുപ്പ്. അവിടെ പോട്ടെ, അവിടെ പോട്ടെ. ചുമ്മാ 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 ഒന്നുമില്ല ബ്രോ, ഭയങ്കര തണുപ്പ്. അന്തം വിട്ട് നോക്കണ ചേട്ടാ. അത് പോടേ, കളി ഗൈസ് കളി ഡ്രോപ്പ് ചെയ്തു. പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് വേണം നീറണില്ല. ചെരുപ്പ് പട്ടി എടുത്തോളൂ, എടുത്തിട്ട് വേണേ. സമ്മാനം ഒന്നിനും പെടാത്ത വിനീഷ് ആറ്റിങ്ങൽ. ഇത് പറഞ്ഞ എല്ലാരും പെട്ടിട്ടുണ്ട്. കാലങ്ങനെ വെച്ച് എല്ലാവർക്കും നല്ല വേദനയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അത് കോച്ച് പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു കാല്. അതാണ് നമുക്കൊന്നും അറിയാൻ പറ്റാതിരുന്നത്. അഞ്ജന ബാബു വേദനയുണ്ടോ? കാലിങ്ങനെ കഴിക്കുന്നു. പൊന്നൂര് ഭയങ്കര വേദനയെന്നാണ് പറയണത്. ഇനി ഇവന്റെ അമ്മച്ചു കാരണം എന്നെ അറിയൂ. ഇന്ന് നമ്മുടെ അടുത്ത ദിവസമാണ്. നമ്മളിതാ ഇപ്പോൾ രാവിലെ നമ്മുടെ നിന്ന സ്ഥലത്തൊക്കെ എണീച്ച് റെഡി ആയിട്ടുണ്ട്. സത്യത്തിൽ ഇന്ന് നമ്മൾ തിരിച്ച് പോവും. വൈകുന്നേരത്തോടെ നമ്മൾ വീട്ടിലെത്തും. പക്ഷെ അതിന് മുന്നേ നമ്മളിവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തേരാപ്പാര കറങ്ങി നടക്കുമല്ലോ. നല്ല വെയിലും ഉണ്ട്. നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഇന്നലെ ഞാൻ ഇതാണ് പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അവരെല്ലാവരും അവിടെ റെഡി ആയിട്ട് കാറിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതായിപ്പോൾ നമ്മളിവിടെ തേയിലയൊക്കെ വാങ്ങാനായിട്ട് ഒരു സ്ഥലത്ത് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് കൊള്ളത്തില്ലേ? നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് അല്ല. ബൈ 3 get 1 ഫ്രീ. ഇത് ബൈ 3, ഇത് get 1 ഫ്രീ. Anjana Babu, you look so beautiful.
വ്ളോഗിന്റെ ഐശ്വര്യം. 6 മണിക്ക് മുമ്പ് എത്തിച്ചാ ഞാൻ കൊറേ ബോൾ എറിഞ്ഞു. അവനല്ല, എനിക്കും അവനും. ഇവനും അവന് എറിഞ്ഞു. ശരി, ബോളാണേ, വേറൊന്നും എനിക്ക് വന്ന് ചോദിക്കില്ല. ക്രിക്കറ്റ് പ്ലെയറിനെ സമയത്ത് സ്ഥലത്തെത്തിക്കണമെന്നുള്ളതുകൊണ്ട് നമ്മളിനി എങ്ങും നിൽക്കത്തില്ല, നേരെ വീട്ടിലോട്ട് പോവും. ഇന്ന് ശബരിമല തീർത്ഥാടകരുടെ പേട്ടതുള്ളലായിരുന്നു, പക്ഷെ ഭാഗ്യത്തിന് ബ്ലോക്കിലൊന്നും പെട്ടില്ല. അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.